ഹലോ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിന്, 1 രൂപ കൊടുത്താൽ 7 ലക്ഷം വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് ഞാനും കണ്ടിട്ടുണ്ടായിന്. എന്നിട്ട് പിന്നെ ഞാനും ആയിട്ടും എല്ലാവരും കൂടിയിട്ട് 1 രൂപക്ക് തപ്പലായി. 1 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 1 രൂപയല്ല, കുറേ മുന്നേ ഉള്ള നമ്മളെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണം ഉണ്ടാകുന്ന സമയത്തുണ്ടായ 1 രൂപേൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ JW കില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഗവർണർ സൈൻ ചെയ്തിട്ടുള്ള ആ 1 രൂപയൊന്നും വേണ്ട. അപ്പോൾ അത് കൊടുത്താൽ 7 ലക്ഷം വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ തപ്പി എൻ്റെ വീട്ടിലൊരു കോയിൻ കളക്ഷൻ്റെ ബുക്കുണ്ട്. ഇത് ഞാനൊന്നും ഉണ്ടാക്കിയതല്ല, അച്ഛനും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ബുക്കിൽ ഞാൻ വെറുതെ ഒന്ന് വന്ന സമയത്ത്, എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ തപ്പി നോക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടി. കാണിച്ചു തരാം. കിട്ടി. ഇതാണ് ആ 1 രൂപ. നമ്മൾ കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് ആ 1 രൂപ. ഇതിൽ ആ ഗവർണറുടെ സൈൻ ഉണ്ട്. JW കില്ലി എന്ന് പറഞ്ഞ ആളുടെ സൈൻ ഇതിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ന് കോയിൻ ബസാർ എന്ന് പറഞ്ഞ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെ പണ്ടത്തെ പൈസ കൊടുത്തിട്ട് എക്സ്ട്രാ എമൗണ്ട് വാങ്ങുന്നതുണ്ട്. അങ്ങനെയുള്ളതിൽ ദയവ് ചെയ്ത് ഇടാണ്ട്. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചും കാര്യങ്ങളും നടക്കലുണ്ട്. മൊത്തത്തിൽ തട്ടിപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടും ചെയ്യുക. അപ്പം നിങ്ങളെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ കോയിൻ കളക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് ഇതുപോലെ ഒരു ബുക്കെല്ലാം ആക്കിയിട്ട്, ഇതിൽ പല സ്ഥലത്തിൻ്റെ ഉണ്ട്, സ്റ്റാമ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുക്കെല്ലാം ആക്കി വെച്ചിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്യരുത്. 1 രൂപയ്ക്ക് എപ്പോൾ 1 രൂപേൻ്റെ വില മാത്രമേ കിട്ടൂലൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസസ് വന്നാൽ നമ്മൾ പറ്റുന്ന പോലെ അത് ഇഗ്നോർ ചെയ്ത് വിടും. അത്രയേ ഉള്ളൂ.